ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിൽ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് മധുരമേറിയ പുളിയിഞ്ചിയാണ്. നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. പുളിയിഞ്ചിക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുളിയിഞ്ചിയുടെ ഇതിനായിട്ട് ഞാൻ പച്ചമുളകും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പം ഇഞ്ചി നമുക്കൊന്ന് വറുക്കണം. വറുത്തെടുത്തിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇഞ്ചി വറുക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 1/4 കിലോളം ഉണ്ട് കേട്ടോ. 300 ഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അത് തൊലി കളഞ്ഞ് അതിൻ്റെ മണ്ണൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറ്റിയിട്ട് 1/4 കിലോളം ഉണ്ടായിരുന്നു. അപ്പം 250 ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞൊക്കെയാണ്. കൊത്തി അരിഞ്ഞ് തീരെ പൊടിയല്ല കേട്ടോ, എനിക്ക് പൊടിച്ചെടുക്കണം. ആ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് എണ്ണയിൽ നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളർ ആവരുത്, എന്നാൽ ഇതിൻ്റെ വെള്ളം, നമ്മുടെ ഇഞ്ചിയുടെ വെള്ളമൊക്കെ മാറി വരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കണം. ഇത് ഇപ്പം ഏകദേശം മൂപ്പായി വരുന്നുണ്ട്. എന്നാലും ഒരു മിനിറ്റും കൂടി നമ്മളുടെ ഈ ഒരു ഇഞ്ചി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഒന്ന് കിടക്കട്ടെ. അതായത് ഇപ്പോൾ ഈ ഒരു പരുവം കണ്ടോ. അപ്പം കുറച്ച് ആ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇങ്ങനെയായി. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് ഈ നമ്മളുടെ ഇഞ്ചി വറുത്തത് കോരിയെടുക്കാം. ഇനി ഇതിൽ കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും കേട്ടോ. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം കടുക്, അതുപോലെ കടുക് താളിക്കുകയാണ് കേട്ടോ. വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏകദേശം ഒരു 100 ഗ്രാമോളം പച്ചമുളകുണ്ട്. 100 ഗ്രാമോളേ ഉള്ളൂ, 100 ഗ്രാം ഇല്ല കേട്ടോ. ഞാനൊരു 16 പച്ചമുളകോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഒന്ന് മൂത്ത് വരണം. നമ്മളുടെ ഈ പച്ചമുളകൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ആ സമയത്ത് ഇത് ഞാൻ ഇഞ്ചി വറുത്ത് കോരിയത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പൊടിച്ചതും കൂടി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഇടാം. നമ്മുടെ കടുക് താളിച്ച് പച്ചമുളക് ഇട്ടതിലേക്ക് നമുക്ക് ഇഞ്ചി വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ മൂത്ത് വരുന്ന ആ ഒരു സമയം, അതിന് നമുക്ക് കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ നിൽക്കരുത്, കാര്യം പെട്ടെന്ന് ഇത് മൂത്ത് പോകും. അതുകൊണ്ട് തന്നെ തീ കുറച്ച് വെക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം, ഞാനൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 100 ഗ്രാമോളം വരും വെള്ളം. അതുപോലെ ഞാൻ ഇതിന് ഒരു 2.5-3 ഗ്ലാസ്സിനകത്ത് വെച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ അളവിൽ തന്നെ ഞാൻ ശർക്കരയും എടുത്തിട്ടുണ്ടായിരുന്നു. ശർക്കര ഞാൻ പാനിയാക്കി അരിച്ചെടുത്തതാണ്. ഏകദേശം രണ്ടും കൂടി ഒരു 4-4.5 ഗ്ലാസ് വെള്ളം നമ്മളുടെ ഈ പുളിയിഞ്ചിയിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പുളിവെള്ളവും അതുപോലെ നമ്മളുടെ പാനിയാക്കിയ ശർക്കര പാനിയുടെ മിക്സും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം തിളച്ച് വന്ന സമയത്ത് നമുക്ക് അല്പം മഞ്ഞപ്പൊടി ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഇടുന്നുള്ളൂ. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. കാശ്മീരി മുളക് പൊടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. എരിവില്ല, നിറം കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കായവും ഉലുവയും ചേർത്തിട്ടുണ്ട്. കായം ഞാനൊരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഉലുവ 1/4 ടീസ്പൂണും. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കണ്ടിട്ട് നമ്മൾ ഉപ്പിടരുത്. ഇതിൻ്റെ പകുതി പാകത്തിനുള്ള ഉപ്പ് എടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ദേ ഇപ്പം കണ്ടോ, അതൊന്ന് കുറുകിയിട്ടുണ്ട്. ആ തിളയ്ക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പം ഒരു 20 മണിക്കൂറിൻ്റെ ഒരു നമ്മളുടെ പ്രിപ്പറേഷൻ ടൈം എടുക്കുന്നുണ്ട് ഈ ഒരു പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട്. കാര്യം നമ്മുടെ പുളിയും വറ്റി, അതുപോലെ ശർക്കര പാനിയും വറ്റണം. ദേ കണ്ടോ, ആ ഒരു പാകത്തിനായിട്ടുണ്ട്. ആ തിളയ്ക്കുന്നത് കണ്ടറിയാം, നല്ല കട്ടിക്കാണ് തിളയ്ക്കുന്നത്. ഇനി കുറച്ചും കൂടെ കുറുകും. നമുക്കിനി തീ ഓഫ് ചെയ്യണം. അപ്പം സ്വാദേറിയ മധുരമുള്ള ഈ പുളിയിഞ്ചി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഹാപ്പി ഓണം ഒന്നുകൂടി പറയുന്നു. താങ്ക് യു, ബൈ.